ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ മക്കളെ? കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടില്ലേ? ഓരോ തിരക്കായിരുന്നു കേട്ടോ. അമ്മമ്മ ഉണ്ട് ഇവിടെ കേട്ടോ, അമ്മച്ചിണ്ട്. ഉമ്മാന്റെ കണ്ണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ തിരക്കായിട്ടാണ്. നേരത്തെ നിങ്ങൾക്ക് അറിയില്ല, കണ്ണിലൊക്കെ മരുന്ന് ഇടിച്ചൊക്കെ വേണം. പിന്നെ നമ്മള് ലേഹ ഉണ്ടാക്കണ തിരക്കും, പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ തിരക്കായിട്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തുണ്ടായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ഇന്നലെ തുടങ്ങിയ മനസ്സിൽ ഇങ്ങനെ ഇടങ്ങേറ് കേട്ടോ. എന്താ വെച്ചാല് നമ്മൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണിച്ചു തരണല്ലേ, അത് വലിയൊരു സന്തോഷം. അത് കുറെ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതിനൊരു ഇത് വെക്കാൻ ഞങ്ങളോട് എപ്പോഴും പറയലുണ്ടല്ലേ, ഒരു വൃത്തികേടായി കിടക്കല്. ഇനി അവിടുന്ന് കൂടി വരുമ്പോഴേ കുട്ടികളോ അതും ഇതൊക്കെ നിറച്ചിട്ടിട്ടേ, അപ്പൊ ഇങ്ങനെ സെറ്റപ്പ് ആക്കിട്ടോ. ഇതിന് ഇങ്ങനെ ഒരു 3-4 ഇത് വെച്ചു. ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ഒക്കെ അങ്ങനെ കിടക്കാണ്, ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നൊക്കെ ഒന്നൊരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇതിന് കക്കൂന്റെ ഒപ്പം വീണ് കണ്ട് കാലൊന്നും ഇതായിട്ടുണ്ട്. അപ്പൊ അതിന് പരക്കം പായിരുന്നു കാക്കു. പിന്നെന്താ, നമ്മളെ കുട്ടികൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവ എടുക്കൂട്ടോ സെൽഫ്. എങ്ങനെയുണ്ട്? ഇതൊരു അർജന്റ് ആയിരുന്നു കേട്ടോ. എന്താന്നോ, ഈ മക്കള് പൊടിയും അരിയും ഇതൊക്കെ എടുത്ത് കളയും. എല്ലാതും ഇങ്ങോട്ട് മക്കളെ അവിടെ വരെയുണ്ട് കേട്ടോ. സെറ്റപ്പ് ആക്കിയിട്ടില്ല. ഒരു വന്ന് കാണ്ട് അതിന്റെ കൃറങ്ങാണ്ട് ആകെ പൊടിയാക്കിയിരിക്കണം. ഇവിടെയൊക്കെ നന്നാക്കാണ്ട് കേട്ടോ. ഈ ഭാഗവും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുക്കള കേട്ടോ, വരി ഞാൻ കാണിച്ചു തരാം. അപ്പൊ മറ്റേത് വെച്ചിട്ട് പിന്നെ ഇതാക്കണം കേട്ടോ. ഈ ഭാഗം ഇതും തന്നെ നമ്മളാ പാത്രം വെക്കണതേ ഒരു വൃത്തിയില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? രസമുണ്ടോ? കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇവിടെ വന്നേ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഈ ചട്ടിയും ഒക്കെ കുടിക്കൊക്കെ വൃത്തിയില്ലാതെ ഇങ്ങനെ അവിടെ കിടക്കുകയല്ലേ, അത് ഇങ്ങോട്ട് ചാടും, മക്കളും എടുക്കും, അങ്ങനെ ഇങ്ങനെ ഒരു കഥയായിരുന്നു. പിന്നെന്താ, പിന്നെ രസിച്ച പൈസയൊക്കെ കൊടുത്താൽ മതി പറഞ്ഞപ്പോഴേ നമ്മളെ ആളുകൾ തന്നെ കേട്ടോ. നമ്മളിവിടെ എല്ലാം അറിയണ ആളുകളാണ്. അപ്പൊ തിരിച്ച അങ്ങനെ പൈസ കൊടുത്താല് ഒക്കെ റെഡിയാക്കി തരാന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ അങ്ങോട്ട് ഇതാക്കി കേട്ടോ. റെഡി കാശ് കൊടുത്തിട്ടില്ല. റെഡി കാശ് കൊടുക്കാൻ നമുക്ക് അങ്ങനെ ലസിച്ചത് കൊടുക്കരുത് കണ്ടേ. അപ്പൊ എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആക്കിയില്ലേ? പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് പിന്നെ നമ്മൾ വന്ന പാടെ തന്നെ വെച്ചിരുന്നു അല്ലെ, അർജന്റ് കുട്ടിക്കാണ്ട് ഇവിടെ പറഞ്ഞിരുന്നു. പിന്നെ അത് ഇവിടെ ഈ റാക്കുമ്പോ തട്ടും പറഞ്ഞാണ്ട് അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മളെ ഇതും കാക്കുമൊക്കെ അല്ലേ, ഓലെ തലയൊക്കെ കൈമ തട്ടും. അപ്പൊ ആ റാക്കാണ് ഞാൻ ആ ഷോർട്സിലും ഈ വീഡിയോസിന്റെ ലാസ്റ്റും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവിടെ തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലേഹ ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ. ഇന്നിപ്പോ ആരുമില്ല. കാക്കു ഷൈമോക്ക് പല്ലുവേദന, ലിനുവിന് പല്ലുവേദന, പിന്നെ ഋതുവിനും നെഞ്ഞിൻ്റെ അവിടെ ഇങ്ങനെ എന്തോ ഒരു നാളത്തെ പോലെ ജിമ്മിന് പോയിക്കാണ്ടേ എന്തോ ഇത് ഇതായിട്ടുണ്ട്, മസിൽ കുളത്തിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോണ തിരക്കാണ് കാക്കു. അപ്പൊ ലേഹം ഞാനങ്ങോട്ട് ഇളക്കിക്കോളാറുണ്ട്. ലാസ്റ്റൊക്കെ ആവുമ്പോ നിങ്ങള് വന്നുകൊണ്ട് ഇറങ്ങിക്കാണ് കാക്കുവിനോട് കേട്ടോ. ലാസ്റ്റ് ഭയങ്കര ഡൈറ്റ് ആവുമ്പോ എന്നെ കൊണ്ട് കഴിച്ചൂല. അപ്പൊ ലാസ്റ്റ് ആവുമ്പോ നിങ്ങള് വന്നോണ്ട് അപ്പോത്തിന് ഞാനങ്ങോട്ട് റെഡിയാക്കി തരാന്ന് പറഞ്ഞിക്കാണ്. അതുവരെയൊക്കെ ഞാൻ അളക്കൂട്ടോ ലേഹം. പിന്നെ എല്ലാരോടും പ്രത്യേകിച്ച് പറയണ, ഇപ്പൊ ഇതുവരെയുള്ള ഓർഡറുകൾ നമ്മള് ഇന്നും നാളേക്ക് ആയിട്ട് കംപ്ലീറ്റ് വിടും കേട്ടോ. ഇനി നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഒന്നാമത് പെരുന്നാളല്ലേ, പിന്നെ ഒക്കെ പാടെ തിരക്കായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ കാക്കുവിന്റെ ഒന്ന് വീണിക്കണം. അപ്പൊ അതിന്റെ സർജറി കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ദുആ ചെയ്യോണ്ടി കേട്ടോ. വയസ്സായ മനുഷ്യന്മാരല്ലേ, പെട്ടെന്നൊക്കെ റെഡിയായി കിട്ടാനും വേണ്ടി കാണ്ടേ. അപ്പൊ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയിട്ടാണ് അറിയാം. അപ്പൊ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ച് ഉണ്ടാക്കുള്ളൂ. എന്തായാലും ബുക്ക് ചെയ്തിട്ടോണ്ടി കേട്ടോ. അതെന്താന്നോ, പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആദ്യം തന്ന അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ എഴുതും കുറച്ച് ദിവസം കഴിച്ചിട്ട് എന്നിട്ട് അടക്കരുത്. അപ്പോത്തിന് എന്താ ഇവരത് വിട്ട് കഴിഞ്ഞിട്ടേ എനിക്ക് നിങ്ങളത് തരാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴും നമ്മൾ ആദ്യം തന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാം 4-5 ദിവസമൊക്കെ എടുക്കും കൊറിയർ. പോസ്റ്റ് സർവീസ് ആണെങ്കിൽ 6-7 ദിവസമൊക്കെ എടുക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്ന് കൊടുക്കണ്ടേ. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന ബാച്ച് ഇന്നത്തെ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് നാളെ പോരും കേട്ടോ. ഇന്ന് പറഞ്ഞ ഞാന് ഇന്നിപ്പോ എന്താഴ്ച മോളെ? അല്ല, ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തിങ്കളും ചൊവ്വയും കംപ്ലീറ്റ് പോരും. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടേ സാധനം ഉണ്ടാക്കുള്ളൂ. അപ്പൊ ബുക്ക് ചെയ്തിട്ടോണ്ടി കേട്ടോ, എല്ലാവരും ബുക്ക് ചെയ്തിട്ടോണ്ടി. കാരണം ബാക്കിലായി നിൽക്കണ്ട, അതുകൊണ്ടാണ്.
പിന്നെ ആയിക്കോട്ടെ. പിന്നെന്താ, ഞാൻ ലേഹം ഉണ്ടാക്കണമെന്നോട് കണ്ടോളി. പിന്നെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കണല്ലേ. മക്കളെയൊക്കെ ഉള്ളിലിട്ട് കണ്ട് ഇവിടെ കൂറ്റിട്ട് കണ്ട് ഉണ്ടാക്കണതാണ്. അപ്പൊ എന്റെ ചോറും ചാറും പരിപാടിയൊക്കെ കഴിയട്ടെ. ഇവിടെ നീർച്ചയാണ് കേട്ടോ. അപ്പൊ നേർച്ചക്ക് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് തന്നിട്ട് ചോറും ചാറൊന്നും വെക്കാൻ കരുതിയിട്ടില്ല. രസം പൊറാട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് കണ്ട് അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചായിരിക്കാം രാവിലെ. എനിക്ക് രാവിലെ എണീക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. നേരം വെളുക്കോളം അമ്മ ഉറങ്ങിയിട്ടില്ല. ഉറക്കില്ല മക്കളെ എനിക്കും. കാരണം ഈ അമ്മ ഉറങ്ങൂല. അമ്മമ്മക്ക് ഈ കണ്ണ് ചെയ്തിട്ടേ തീരെ ഒരു അന്തം കുന്തുമില്ല. പറ്റ പോയ മാതിരി എന്തൊക്കെയോ ഒരു എന്താ പറയാ പറ്റ കുട്ടിയായി മാതിരി കേട്ടോ. അവൻ ഉറങ്ങിയിട്ടില്ല നേരം വെളുക്കോളം. പിന്നെ പല്ലുവേദന ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാക്കുനോട് പറയാം ഞാൻ ഇന്ന് എന്തായാലും കൊണ്ടേ കാട്ടിക്കോളി. എവിടെ ഡോക്ടർ ഇല്ലേ, ഇപ്പൊ ഡോക്ടർ ഇല്ലെങ്കിൽ ഇല്ലോടത്ത് പോയി കാട്ടിക്കോളി ഞാൻ. തൽക്കാലം മരുന്ന് കൊടുത്താലേ കുറച്ചൊരു ശമനം കിട്ടുമല്ലോ. അപ്പൊ കുറച്ചൊക്കെ ഞാനാണ് ഇളക്കി റെഡിയാക്കി ഇട്ടാലേ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് കാക്കു വന്നോ. ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഇളക്കി മറിച്ചാൻ ഭയങ്കര ഗതികേടുണ്ടാവുക ലേഹം. പിന്നെന്താ, നന്നാണ് കണ്ടോളിട്ടോ. പിന്നെന്താ മുത്തുമണികളെ, എപ്പോഴൊന്നും നമ്മളല്ല കേട്ടോ അളക്കലൊന്നും. കാക്കുവാണ് കൂടുതലായിട്ട് ചെയ്യൽ. റിതു കേട്ടോ. റിതുവിന് ഇപ്പോൾ അവിടെ നെഞ്ഞിൻ്റെ അവിടെ ഇങ്ങനെ ഭയങ്കര വേദന അറിഞ്ഞു 2-3 ദിവസമായിട്ടോ. അപ്പോൾ എന്താവാ നീർക്കെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയി സ്കാനിങ് എടുക്കാനൊക്കെ പോണ തിരക്കാണ് ഇന്ന് കേട്ടോ. ഞാൻ ഏകദേശം തിങ്കളാഴ്ചയൊക്കെയാണ്, ഞായറാഴ്ചയെങ്കിൽ വീഡിയോസ് എടുത്ത് തിങ്കളാഴ്ചയൊക്കെ വോയിസ് കൊടുത്ത് കണ്ട് വിടലാണ് കേട്ടോ. അപ്പോൾ ലേഹം ഉണ്ടാക്കണം ഒന്നങ്ങോട്ട് കണ്ടോളി എന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തെ അധ്വാനം തന്നെയാണ്. 2-3 ദിവസം അതിന് മെനക്കെടാണ് കേട്ടോ മക്കളെ. ഏകദേശം ഒരു 3 ദിവസം സാധനം കൊണ്ടുവരലും പിന്നെ അത് നന്നാക്കി വൃത്തിയാക്കലും വറുത്ത് പൊടിച്ചെടുക്കലും കഴുകി നന്നാക്കി പിന്നെ അതിൻ്റെ പാലും നീരൊക്കെ എടുക്കലും ഇതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ് പറഞ്ഞ പോലെയാണ്. എന്നാലും എല്ലും മുറിയെ പണിയെടുത്താൽ പല്ലും മുറിയെ തിന്നാറിന പോലെ അല്ലേ. അന്നത്തിലേറെ കുറേ മെച്ചപ്പെട്ടില്ലേ. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ലേഹം ഇഷ്ടപ്പെട്ടിട്ടും ഷെയർ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിലൊരു നല്ലൊരു മാറ്റം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെയല്ലേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ടൊക്കെ പോണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണം കേട്ടോ. നാച്ചുറലായിട്ടുള്ള സാധനമാണ്, കെമിക്കൽ ആഡിങ് ഇല്ല. എന്തെങ്കിലും സാധനം കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിട്ടാൽ മതി. റിട്ടേൺ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഇതെന്താണെന്നോ, ആ സ്റ്റാൻഡ് ഞാൻ ഈ ഭാഗത്ത് വെച്ചു കേട്ടോ. ഞാൻ നമുക്ക് കുപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിക്കാണ്ട്. പിന്നെ ആ ചുമരിന് ഒരു ഷീറ്റ് കുറേ ദിവസമായി കാക്കുവിനോട് പറയുന്നു കേട്ടോ. നമ്മൾ പുതിയ ചുമരാണല്ലേ വൈറ്റ് അടിച്ച് കാണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ തെറിച്ചിട്ടേ ലേഹം എണ്ണയൊക്കെ തെറിച്ചിട്ടേ അവിടെ ഇങ്ങനെ നശിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാക്കുവിനോട് അറിയും നല്ല കട്ടിലെ കറുത്ത നമ്മളെ എന്താ പറയുക ചുമരുമ്പ് ഒട്ടിക്കണുണ്ടാവുമല്ലോ. അതാവുമ്പോൾ നമുക്ക് ഈ പരിപാടി കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാം അല്ലേ. ആ പരിപാടി കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കും. ചുമരും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കും. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം അടിച്ച് കഴുകലാണ്. ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്നോ, ഏകദേശം പരുവായി വരുന്നുണ്ട് കേട്ടോ. ആ എണ്ണ ഉണ്ടല്ലോ, എണ്ണ ഇങ്ങനെ മുകളിലേക്ക് വരണം കേട്ടോ. ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക തോണ്ടിയാൽ കിട്ടുക എന്ന് പറയില്ല നമുക്ക്, അങ്ങനെ ആവണം കേട്ടോ. ഈ പരുവായിട്ടും കാക്കു വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ ആകെ തെറിച്ചും നല്ല തെറിച്ചും ഭയങ്കര പേടിയാണ്. എൻ്റെ കയ്യമ്മക്ക് ഒക്കെ തട്ടിയിട്ടേ വയറുമക്കൊക്കെ തട്ടിയിട്ട് പൊള്ളിയിരുന്നു കേട്ടോ. കണ്ടോ, ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അളക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് പോരണം. അപ്പോൾ 3/4 ഭാഗമായിക്കണം കേട്ടോ. 3/4 ഭാഗമായാലേ അങ്ങനെ ആവുള്ളൂ. ഇനി നമുക്കത് നല്ലോണം പരുവായിട്ട് മോൾക്ക് ആ എണ്ണ ഉണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ മോൾ ഭാഗത്തേക്ക് വരണം. കുറേ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ, താത്ത ലേഹം എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ അതിൻ്റെ പരുവ് അറിയുക, നിങ്ങളൊന്ന് കാണിച്ചു തരി. നിങ്ങളിങ്ങനെ കുപ്പി മാത്രമല്ലേ കാണിച്ചു തരുന്നത്, പിന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇടുന്ന കാണിച്ചു തരല് ഇങ്ങനെ എപ്പോഴും പറയും കേട്ടോ. പിന്നെ എന്താണെന്നോ, ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോസിൽ കാണിച്ചാൽ നിങ്ങൾക്ക് പൊറുതിയേടാരും കാണുമ്പോൾ വിഷമമായിരിക്കും. കാരണം എന്നെ കാണുന്ന അന്നും ഇന്നും കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എന്നെ സ്നേഹിക്കണേ. ഞാനൊന്ന് രക്ഷപ്പെട്ട് കാണാനും പിന്നെ ഇപ്പം ഇതിമേലൊക്കെ നല്ലോണം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ആ മക്കളെ ചിലവും കാര്യങ്ങളൊക്കെ റാത്തായി പോയി കിട്ടിയാൽ മതിയേനി. അതന്നെ വലിയ അൽഹംദുലില്ലാ റാത്താണ് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതിലും ഉയരങ്ങളിലൊക്കെ എത്താൻ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം
വേണം. പഠിച്ചവനായിട്ടൊരു ഹയർ എനിക്ക് അങ്ങനെ ഇട്ട് തന്ന നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഞാൻ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം അന്നൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് മെസ്സേജ് വിട്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞിരുന്നു തളരരുത്, ആ മക്കളെ നോക്കി വളർത്തണം, ആ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം, ഋഷ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ. അപ്പോൾ പഠിച്ചവനായിട്ട് ഇങ്ങനെ ഒരു ഹയർ തന്നാണ് അറിയാം. ഞാനിങ്ങനെ ഒരിക്കൽ ആലോചിച്ചിരുന്നപ്പോൾ എൻ്റെ ഉമ്മ പ്രസവത്തിനൊക്കെ ഉണ്ടാക്കി തന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഓർത്തു. ഞാൻ ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കും ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഉമ്മ അങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞു തരും. അങ്ങനെയൊക്കെ നമ്മളങ്ങനെ മനസ്സിൽ കുറിച്ച് കണ്ട് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഒരു സംരംഭം. എന്തായാലും ഇത് ചെയ്യണമൊക്കെ നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട കേട്ടോ. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല ഞാൻ അതിലേക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണേ. മരുന്ന് അറിയണ കണ്ടമാനം മരുന്നും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂല കേട്ടോ. കാരണം പ്രസവിച്ച് കിടക്കണോലും മക്കളൊക്കെ കഴിക്കണല്ലേ. അപ്പോൾ വൈദ്യരെ നിർദ്ദേശപ്രകാരമാണ് നമ്മളതിൽ മരുന്നിടുന്നത്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് വൈദ്യരുണ്ട് കേട്ടോ, പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ അതിൻ്റെ പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്യണമൊക്കെ കേട്ടോ. പിന്നെ നട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണതാണ്. അതൊക്കെ ഉണ്ടാക്കി തന്ന ആ രീതിക്ക് അങ്ങനെ ചെയ്യണതാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ നല്ലൊരു വയറ്റ് ഡിസ്ചാർജിനും വെള്ളപ്പൂക്കിനൊക്കെ മാറ്റമുണ്ട്, നല്ല ക്ഷീണത്തിനൊക്കെ ചേഞ്ച് ഉണ്ട്, തടി വെക്കുന്നുണ്ടൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളൊരു സംരംഭം തുടങ്ങിക്കാണ്ട് അതിൽ നിങ്ങൾക്കൊരു ഉപയോഗം കൂടി ഉണ്ടാവുമ്പോഴേ, പ്രയോജനം കൂടി ഉണ്ടാവുമ്പോഴേ പിന്നെന്താന്ന് ഒരുപാട് ഷെയർ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് വിളിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ തന്നതാ നമ്പർ എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് നമ്മളെ വീഡിയോസ് കണ്ടിട്ടല്ലല്ലോ, അവർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ ഋഷ ഉണ്ടാക്കുന്നുണ്ട്. അവർ കഴിച്ചിട്ട് അതിലൊരു മാറ്റം ഉണ്ടായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ കോരി എടുത്തിട്ട് കാണിച്ചു തരുന്നത് എന്താണെന്നോ. ഞാൻ ഓരോന്ന് ഇതെന്താ കാണിച്ചു തരുന്നതെന്നോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, അതൊന്ന് കാണിച്ച് തരുമോന്ന്. അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ കോരി ഇങ്ങനെ പൊന്തിച്ചുമ്പോൾ ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ ചാടണം കേട്ടോ. അപ്പോഴാണ് ഒരു മുക്കാലിൻ്റെ ഏകദേശം ഒരു പരുവാവുക. ഫസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലേ, അത് പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമറ വെക്കാൻ കഴിയൂല. ഒന്നാമത് ചൂടായിരിക്കും മക്കളെ, പെരും ചൂട്. മോൾ ഭാഗം ഹോസ്പിറ്റൽ ഹൗസാണ്, നിങ്ങൾക്ക് അറിയണല്ലേ. അടിയിൽ നിന്നും ചൂട് മേലെന്നും ചൂട്, വേവും കിടന്ന് കാണ്ട് നമ്മൾ. പിന്നെ ഇതിൻ്റെ പൊട്ടിത്തെറി, എൻ്റെ വിരലൊക്കെ പോയിരുന്നു കേട്ടോ. ഇതിൻ്റെ പൊട്ടിത്തെറിച്ച് കാണ്ട് കയ്യമ്മക്ക് വന്ന് കാണ്ട് വയറുമൊക്കെ ഒരു ദിവസം വന്ന് കാണ്ടേ വയറ് പൊള്ളിയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് അധ്വാനിക്കണം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതിനൊരു 10 ഉറുപ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തെ മെനക്കെടാണ് പറയുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളത് പാക്കിങ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധയോട് കൂടി ചെയ്യണം. പിന്നെ ഞങ്ങളോട് എപ്പോഴും പറയലുണ്ടല്ലേ, ഇത് ആദ്യമായിട്ട് കാണുന്നോലും പിന്നെ നമ്മളെ പുതിയ ആളുകൾ ഇപ്പം നമ്മളെ ഷോട്ടൊന്ന് കയറി പോയിട്ടുണ്ട് അല്ലേ. കണ്ടോക്കെ ലേഹം അങ്ങനെ അളകണ കണ്ടങ്ങൾ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇളകി പോരുന്നുണ്ടോ, അങ്ങനെ ആവണം കേട്ടോ. അപ്പം മുക്കാൽ ഭാഗമാവും കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ ഷോർട്സിൽ ചോദിച്ചിരുന്നു എണ്ണ എന്തിനാ ഉപയോഗിക്കണത്. നല്ലെണ്ണ ഉപയോഗിക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ പ്രിസർവേറ്റീവ്സിന് പകരം എന്താ വെച്ചാൽ പറയാൻ അറിയില്ല. ഈ കടയിലൊക്കെ 3 കൊല്ലം 4 കൊല്ലമൊക്കെ ലേഹം നിൽക്കൂലേ, അതിൽ കെമിക്കൽ ആഡിങ് കാര്യങ്ങളൊക്കെ വെക്കും. നമ്മളത് ചെയ്യലില്ല, കാരണം നമ്മളെല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാക്കണതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കണ്ടോ ഏകദേശം ലേഹമായി വന്നിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനും വേണ്ടിക്കാണ്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കൽ. പണ്ട് കാലങ്ങളിലൊക്കെ നല്ലെണ്ണയല്ലേ പ്രിസർവേറ്റീവ്സായി ഉപയോഗിച്ചിരുന്നത്. മാങ്ങ ഉപ്പിലിടുമ്പോൾ സുറുക്ക അതുപോലെ ഉപ്പ് കൂടുതലിടുക, അതേപോലെ അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു മില്ലെന്ന് വാങ്ങാൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം മില്ലെന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നെയ്യ് ഒരുപാടൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ തന്നെയല്ലേ എനിക്ക് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ അധികം നെയ്യൊന്നും ഉപയോഗിക്കലില്ല. ഒരു 500ൻ്റെ ഒരു 5-6 ബോട്ടിലൊക്കെ ഉപയോഗിക്കുള്ളൂ, അതിൻ്റെ പുറമെ ഉപയോഗിക്കലില്ല. മക്കളൊക്കെ തിന്നണല്ലേ, ചെറിയ മക്കളല്ലേ, കെട്ടിച്ചാനായ പാകല്ലേ മക്കൾ. ഇതിൻ്റെ പരുവം അങ്ങോട്ട് നോക്കിയാൽ ഉരുട്ടിയാൽ ഇങ്ങനെ ഉരുളണം, നമ്മളെ കൈജുമലൊന്നും ഒട്ടിപ്പിടിച്ചരുത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ലേഹ ആയിട്ടുണ്ട് കേട്ടോ, ലേഹ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കാക്കു വന്ന് കാണ്ടാണ് അത് റെഡിയാക്കി തന്നത് കേട്ടോ. എൻ്റെ കുഴങ്ങിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്, കയ്യിൻ്റെ ഉള്ളനടി ഈ കോരി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടേ അങ്ങോട്ടൊക്കെ കയ്യെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് കേട്ടോ. അത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളെ കയ്യുമ്മൽ ഒട്ടി പിടിച്ചാൻ പാടില്ല. ഉരുട്ടിയാൽ ഉരുണ്ട് ഇങ്ങനെ നിൽക്കണം. ചുമരുമ്മക്ക് എറിഞ്ഞാൽ ചുമരുമ്മൽ അവിടെ പൊട്ടിച്ച് നിൽക്കണം. അങ്ങനെയാണ് ലേഹാകുക കേട്ടോ.
മാക്സിമം ഒരു മാസമൊക്കെ ഞാൻ പറയലുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കെമിക്കൽ ആഡിങ് ഇല്ല നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മെസ്സേജ് ഇട്ടോളി, ഞാൻ റിട്ടേൺ വിട്ടുതരും. നമ്മൾ പ്രിസർവേറ്റീവ്സും കെമിക്കലൊക്കെ ആഡിങ് ചെയ്യുമ്പോഴാണ് 2 കൊല്ലം 3 കൊല്ലമൊക്കെ കടയിൽ നിൽക്കണ പോലെ നിൽക്കുള്ളൂ. നമ്മളിത് നിൽക്കില്ല എന്ന് ഞാൻ പറയലുണ്ട്. നമ്മൾ ഉണ്ടാക്കുക, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഉണ്ടാക്കണതാണ്. പിന്നെ ഈ പ്രസവിച്ച് കിടക്കണോലൊക്കെ കഴിക്കണമല്ലേ. പിന്നെ നമ്മൾ ചെറിയ മക്കൾ കഴിച്ചോളി, 5 വയസ്സിന് മേലുള്ളവർ കഴിച്ചോളി അറിയുമ്പോഴേ പേടിയല്ലേ നമുക്ക്. എനിക്ക് അങ്ങനത്തെ ഒക്കെ പേടി കേട്ടോ. എൻ്റെ മക്കൾക്ക് കൊടുക്കണ പോലെ ഞാൻ നിങ്ങളെ മക്കൾക്ക് തരല്ല കേട്ടോ. അപ്പോൾ ലേഹം പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട്. ഒരുപാട് കോള് വരുന്നുണ്ട് കേട്ടോ. കോൾ എനിക്ക് എടുക്കാൻ കഴിയണില്ല. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ ആളുകളൊക്കെയാണ്. അപ്പോൾ ഓലോടൊക്കെ അത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് വെക്കോണ്ടി. ഞാൻ ഒഴിവ് കൊടുക്കാൻ അങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട് കേട്ടോ. എല്ലാവരും സാധനം പോരും. മാക്സിമം 4-5 ദിവസം എടുക്കും. നിങ്ങൾ ഇന്ന് പൈസ അടച്ചാൽ അന്ന് തന്നെ വിടാൻ കഴിയില്ല, നാളേക്ക് തരാം. അപ്പോൾ എത്ര നേരത്തെ അയക്കാൻ കഴിയും അത്ര നേരത്തങ്ങളിലാറ് ധൃതിയുണ്ട് എനിക്ക് അയച്ചു തരാൻ. കാരണം ഫുഡ് ഐറ്റംസ് അല്ലേ, ചീത്തയാതെ കൈ കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അമ്മ അങ്ങനെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഉമ്മക്കിപ്പോൾ വാരി തിന്നാനും നടക്കാനൊന്നും കഴിയില്ല. ഉമ്മാനിപ്പോൾ നമ്മളെ ചെറിയ കുട്ടികളെ നോക്കണ പോലെ നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളമ്മമാനെ നോക്കാൻ കിട്ടണ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.